കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ ചാനലിൽ നോയ്സിന്റെ ഒരു ഗെയിമിംഗ് TWS അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നോയ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ തന്നെ ആദ്യത്തെ ഒരു ഗെയിമിംഗ് TWS ആയിരുന്നു അത്. എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏത് TWS ആയിരുന്നു എന്നുള്ളത് വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളത് നോക്കട്ടെ, എത്ര പേര് ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്നുള്ളത്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നോയ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ 102 സീരീസിലുള്ള ഒരു ഗെയിമിംഗ് TWS ബഡ്സ് MVP 102 1099 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് വന്നെങ്കിൽ പോലും ഇപ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് 1399 എന്തായാലും 1500 രൂപയ്ക്കുള്ളിൽ നമ്മൾ ഈ ഒരു ബഡ്സ് MVP 102 മേടിച്ച ബാങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ പ്രോഡക്റ്റിന്റെ സവിശേഷതകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ പൂർണ്ണമായും കാണാൻ പോവുക. കൂടാതെ ഇതുപോലുള്ള അൺബോക്സിംഗ് വീഡിയോസ്, കമ്പാരിസൺ വീഡിയോസ്, കൂടാതെ ഓഫർ വീഡിയോസിനൊക്കെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ നോയ്സ് ബഡ്സ് MVP 102. എന്തായാലും ഫിസിക്കലി നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ, പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഒരു ഗെയിമിംഗ് TWSന് തക്കതായിട്ടുള്ള രൂപത്തിലും ഭാവത്തിലും തന്നെയാണ് ഇവിടെയും നമ്മുടെ ആ ഒരു MVP 102 കാണാൻ സാധിക്കുന്നത്. നോയ്സിന്റെ ലോഗോ ഫ്രണ്ടിലുണ്ട്, കൂടാതെ 2 LED ഇൻഡിക്കേറ്റേഴ്സ് കണ്ണ് പോലെയൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ടോട്ടലി ഒരു 90% മാറ്റ് ഫിനിഷ് ആണെങ്കിലും ബാക്കിയുള്ള 10% ഒരു ഗ്ലോസി ഫിനിഷ് ഡിസൈൻ, അതൊരു മൂക്കും വായും ഒക്കെ പോലെ രീതിക്ക് ഇങ്ങനെ ഒരു ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്ക് ഏറ്റവും ഒരു രസമുള്ളൊരു ഡിസൈൻ ആയിട്ട് നമുക്കിവിടെ തോന്നും. പ്രത്യേകിച്ച് ഒരു മാസ്ക് ആണോ എന്ന് ചെറിയൊരു രീതിക്കുണ്ട്. LED ഇൻഡിക്കേറ്റേഴ്സ് ആക്ച്വലി ബ്രീത്തിങ് LED ആണ്, ഇങ്ങനെ നമ്മൾ ഷോസ് എടുക്കുന്ന പോലെ ഇങ്ങനെ ഓഫും ഓണും ഒക്കെ ആയിട്ടും ഇങ്ങനെ ഇരിക്കും. അതും നല്ല രസമുണ്ട് ആക്ച്വലി കാണാനായിട്ട്. ഏറ്റവും അടിയിൽ ഒരു ടൈപ്പ് സി പോർട്ടും ഉണ്ട്. എന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഒനിക്സ് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളറാണ്. ഇതല്ലാണ്ട് വാലൻ വൈറ്റ്, റോക്ക് ഗ്രേ, ബീസ് ബ്ലൂ എന്നിങ്ങനെ മറ്റ് കളേഴ്സിലും അവൈലബിൾ ആണ്. ഏതിലാണെങ്കിലും നോർമൽ റേറ്റ് ഇപ്പോൾ എത്രയാണോ 1399 ആണെങ്കിൽ അത് തന്നെയാണ് എല്ലാ കളേഴ്സിനും, അല്ലെങ്കിൽ കളറിനനുസരിച്ചിട്ട് റേറ്റ് ഒന്നും അങ്ങോട്ട് മാറുന്നില്ല. 500 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു കേസിനുള്ളത്. കൂടാതെ അപ് ടു 60 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. പിന്നെ ടൈപ്പ് സി ആയതുകൊണ്ട് ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി, 150 മിനിറ്റും ഇതിന് ടോട്ടൽ പ്ലേ ടൈം കിട്ടും. കാരണം ഇതിനകത്ത് ഇൻസ്റ്റാ ചാർജ് ടെക്നോളജി ഉണ്ട്. ഇനി ആ ഒരു ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം തന്നെ പറഞ്ഞത് ഹൈപ്പർ സിങ്ക് ടെക്നോളജി ഇവിടെ ഉണ്ട്. അതായത് നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പെയർ ചെയ്തേക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി റീകണക്ട് ആവും. ഇത് ലിഡ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ. പിന്നെ ആ ഒരു ലിഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഫാസ്റ്റസ്റ്റ് കണക്ടിവിറ്റിക്ക് വേണ്ടി നമ്മുടെ ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ് ഇവരിത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇയർബഡുകളുടെ ഇരിപ്പുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഇയർബഡുകളാണ്. 11 mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകളും വരിക. എന്നാൽ എത്ര മണിക്കൂർ നമുക്ക് സിംഗിൾ പ്ലേറ്റിംഗ് കിട്ടും, അല്ലെങ്കിൽ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് എവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. നല്ല രസമുണ്ട് ആക്ച്വലി ഡിസൈൻ കാണാനായിട്ട്. നോയ്സിന്റെ ലോഗോ പിറകിലൊക്കെ ഉണ്ട്, LED ഇൻഡിക്കേറ്റർ കാണാം, മൈക്കും അതും ഇതൊക്കെ തന്നെ നമുക്ക് ഒരു ഇയർബഡുകളിലും കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് എന്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. ഭയങ്കര വലിയ രീതിക്ക് ആ ഒരു ഇയർ പെയിനോ അല്ലെങ്കിൽ ഡിസ്കംഫർട്ടോ ഒന്നും തന്നെ എനിക്കിത് വെച്ച് നോക്കിയപ്പോഴത്തേക്കൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. കുറേ അധികം നേരം ഞാൻ പാട്ട് കേട്ട് പോലും എനിക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിൽ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ആവുന്നുണ്ട് തന്നെ. അത്യാവശ്യം ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് നമ്മൾ പാട്ട് കേൾക്കാം, മൂവീസ് കാണുക, അല്ലെങ്കിൽ ഒരാളത്തൊക്കെ മിണ്ടുമ്പോഴത്തേക്ക് ആ ക്രൗഡ് നമ്മളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അമ്മാതിരി രീതിക്ക് തന്നെയാണ് ആക്ച്വലി ചെവി നമ്മളെ ഇതങ്ങോട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇല്ല എന്നുള്ളൊരു വിഷമം നമുക്ക് വലിയ രീതിക്ക് ഉണ്ടാവത്തില്ല ചെറിയ ക്രൗഡുകളിൽ. എന്നാൽ വലിയ ക്രൗഡുകൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ANC കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ഫീല് വരും. ഇനി ഇതിൽ എടുത്തുകൊണ്ട മറ്റൊരു സംഭവം, ഇതിനകത്ത് ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം നമുക്ക് 2 ഡിവൈസുകളിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റിയെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. കാരണം അറ്റ് എ ടൈം തന്നെ നമുക്ക് ലാപ്പിലും അതുപോലെ തന്നെ മൊബൈലിലും കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നോയ്സ് ബഡ്സ് MVP 102 നമ്മൾ ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റിയാണ് ഇൻഡോറിൽ. ഇതിനകത്ത് ക്വാഡ് മൈക്ക് വിത്ത് ENC ആണ്. അതായത് ഓരോ ഇയർബഡുകളിലും നമുക്ക് 2 മൈക്ക് വീതം കാണാം. എന്തായാലും ഒരു കോളിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ ഈ ഒരു ഇയർബഡ് മേടിച്ച ബൈങ് ആകുമോ? എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം അത് വീഡിയോയുടെ കമന്റ് ആയിട്ട്. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ 100% പാട്ടാൽ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. 99% പാട്ടുകളിലും, പിന്നെ ചിലപ്പോൾ 1% പാട്ടുകളിൽ ഉണ്ടാവാനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. കാരണം അതിന്റെ വില എന്ന് പറയുന്നത് 1399 രൂപയാണ്. എന്തായാലും ബേസ് നല്ല ഡോമിനേറ്റഡ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല രീതിക്ക് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുക. പ്രത്യേകിച്ച് ഗെയിമിംഗ് TWS ആണെങ്കിൽ പോലും നല്ല രീതിക്ക് ഒരു ബാലൻസ്ഡ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. പൊതുവേ നമ്മൾ ചില ഇയർബഡ് എടുത്തുവാണെങ്കിൽ ഗെയിമിംഗ് TWS എന്ന് പറയും, അതുകൊണ്ട് തന്നെ കുറച്ച് മോണോ ഔട്ട്പുട്ട് ആയിരിക്കും ഡോമിനേറ്റ് ആയി നിൽക്കുന്നത്. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങനെയൊന്നും അല്ല. നല്ല രീതിക്ക് ഇപ്പോൾ ഗെയിമിങ്ങിനല്ല, അല്ലാതെ നമ്മൾ പാട്ട് കേൾക്കാൻ വാങ്ങിച്ചാൽ പോലും നമുക്കത് വേർത്താണ്. അമ്മാതിരി രീതിക്ക് തന്നെയാണ് എനിക്ക് എന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിന് മുന്നേ അൺബോക്സ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ഉണ്ട് നോയ്സിന്റെ തന്നെ. എനിക്ക് തോന്നുന്നു SBC കോഡൊക്കെ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിനേക്കാളും നല്ല ഫാർ ബെറ്റർ ആണ് ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ആ ഒരു മ്യൂസിക് ക്വാളിറ്റി. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ആ ഒരു ബജറ്റ് 1399 കിട്ടുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഇനി നിങ്ങൾ അത്യാവശ്യം
നല്ല രീതിക്ക് വിയർത്തിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്, അതെല്ലാം മഴ പെയ്താൽ പോലും ജോഗിങ്ങിന് പോകും, പക്ഷേ പാട്ട് കേട്ടുകൊണ്ടേ പോകത്തുള്ളൂ, അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഇത് വെച്ചിട്ട് പോകുന്നതിൽ ഒരു കുഴപ്പമില്ല. കാരണം ഇതിനകത്ത് IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്നാൽ വാട്ടർ ആക്ടിവിറ്റിക്ക് പോകുന്ന സമയത്ത് നമ്മൾ കടലിലൊക്കെ പോവുകയാണെങ്കിൽ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഒരു വർഷം വാറണ്ടി ഉണ്ടെങ്കിലും വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. സോ കടലിലുള്ള പരിപാടിക്കൊന്നും പോകുമ്പോൾ വെക്കേണ്ട. എന്നാൽ അത്യാവശ്യം നല്ല രീതിക്ക് വിയർത്തിട്ടാണെങ്കിലും ഡ്രസ്സിലിങ്ങോ ഹെവി റെയിൻ ആണെങ്കിൽ പോലും ഇത് ഉപയോഗിക്കാം, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇനി 40 ms ലോ ലേറ്റൻസി മോഡ് PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഫയർ ചെയ്തിട്ട് കൈ അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആ സൗണ്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയേ. ഇനി ജസ്റ്റ് സിംഗിൾ ടാപ്പ് നോക്കാം. സിംഗിൾ ടാപ്പ് ഉണ്ടോ, പക്കയാണ്. ഞാൻ എന്തായാലും SBC കോഡക്കിലേക്ക് വന്നതിന് ശേഷമാണ് ഈ ഒരു 40 ms ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ക എത്രയാണോ ഇതിനകത്ത് നിന്ന് കിട്ടുന്നത് അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ടല്ലേ. പിന്നെ SBC കോഡക്കിൽ ഇട്ട് കളിച്ചുകൊണ്ടാണ് കേട്ടോ ആ ഒരു മാക്സിമം 40 ms ഔട്ട്പുട്ട് ഇവിടെ കിട്ടിയത്. AAC കോഡക്ക് ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് ഡിലേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരുന്നു. സോ നിങ്ങൾ കളിക്കുമ്പോഴത്തേക്ക് ആൻഡ്രോയിഡ് ഡിവൈസ് ആണെങ്കിൽ SBC കോഡക്കിലേക്ക് വന്നതിന് ശേഷം മാത്രം അങ്ങോട്ട് കളിക്കുക. നല്ല രീതിക്ക് നമുക്ക് ഡീസൻ്റ് ആയിട്ട് കളിച്ചു പോകാൻ പറ്റും. എന്തായാലും ഈ ഒരു MVP 102 യൂസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ബഡ്സ് MVP 102നെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഷെയർ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ തോന്നുന്നത്. 1099, ഇനി അതല്ല 1399 ആ ഒരു നോർമൽ റേറ്റിൽ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചാൽ വർത്ത് ബൈങ് ആകുമല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും. നിങ്ങൾക്ക് ഗെയിമിംഗ് TWS വേണം, എന്നാൽ മൈക്ക് ക്വാളിറ്റി, മ്യൂസിക് ക്വാളിറ്റി എല്ലാം വേണം, ഒത്തിണങ്ങിയ ഓൾ ഇൻ വൺ ഇയർബഡ് വേണം. 1399 രൂപയ്ക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു TWS തന്നെയാണ്, അതിൽ വേറൊരു സംശയമില്ല. പൊതുവെ പണ്ടൊക്കെ നോയ്സ് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിരുന്നെങ്കിലും ആ ഒരു ക്വാളിറ്റി അവർ കീപ്പ് ചെയ്യുമായിരുന്നേ. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക്, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഓവർ പ്രൈസ്ഡ് അല്ല, അതായത് വില അങ്ങോട്ട് കുറച്ചിട്ടുണ്ട്, എന്നാൽ ആ ഒരു ക്വാളിറ്റി അതേപോലെ തന്നെ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ഉറപ്പായിട്ടും നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആകും, അത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട്, കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.